എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ മുത്തോണീസ്? ഞാൻ നോക്കിയിട്ട് ഒന്നുമില്ല. പഴയ അതേ ഞാൻ, പഴയ എൻ്റെ നൈറ്റി, പഴയ അതേ മുടി കൊണ്ട കെട്ടൽ, പിന്നെ ഒരു ഇത്തിരി വണ്ണം വെച്ചുകൊണ്ട് തോന്നല്ലേ. അപ്പോൾ പുതിയതായിട്ട് ചിലരുടെ കണ്ണിൽ തോന്നുന്നത് നമ്മുടെ ഈ പുതിയ വീടാണേ. ഈ എല്ലാവരെയും അല്ല കേട്ടോ മുത്തുമണീസ്, കുറച്ച് പേര് നമുക്കൊരു വീഡിയോയിൽ ഒരു 100 കമൻറ്റ് വന്നാൽ അത് 10 കമൻറ്റുകൾ, 10% ആൾക്കാരുടെ ചിന്താഗതികളെ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. പണ്ട് പഴയ വീട്ടിൽ താമസിച്ചപ്പോഴും നമ്മൾ 4 പേരുമായിട്ടുള്ള ഡാൻസ് വീഡിയോ ഇടാറുണ്ട്, പുന്നൂസിൻ്റെ ഡാൻസ് വീഡിയോ ഇടാറുണ്ട്. ഇതുപോലൊക്കെ തന്നെയല്ലേ ഞാൻ കുക്ക് ചെയ്യുന്ന വീഡിയോസ് ഇടാറ്. ഇപ്പം മാത്രം എന്താ, ഇപ്പം എന്തെങ്കിലും വീഡിയോ ഇട്ടാൽ ഉടനെ പുതിയ വീട്ടിൽ മാറിയത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു കമൻറ്റുകൾ. ഞാൻ ചിന്തിക്കുകയാണ്, എന്താ ആൾക്കാർ ഇങ്ങനെയെന്നേ. കേട്ടിട്ടില്ലേ ചിലർ പറയുന്നത്, എനിക്കെൻ്റെ സ്വന്തം കാര്യം നോക്കാൻ സമയമില്ല, പിന്നെ അതെന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന സമയത്ത് ചിലരെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ചിലരുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റൂല, ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ വരാറുണ്ട്. ആ സമയം ആ മുമ്പിൽ നിൽക്കുന്നവർ അവരുടെ പ്രയത്നം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഭാഗ്യം കൊണ്ടോ അവർക്കൊരു നല്ല കാലം വരുമ്പോൾ അൽഹംദുലില്ലാ നമുക്കോ പറ്റിയില്ല, അവർക്കെങ്കിലും കിട്ടിയല്ലോ. അങ്ങനെ നമ്മൾ നന്നായി ചിന്തിക്കുമ്പോൾ നമുക്ക് നല്ലത് വരും. നമ്മൾ നല്ലത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അല്ലേ നമുക്കും വരും. ചില ആൾക്കാരുടെ ചിന്താഗതി കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അതിശയം തോന്നുന്നത്, എന്താ ചിലർ ഇങ്ങനെയെന്നേ. എല്ലാവരും അല്ല കേട്ടോ, നമ്മുടെ പഴയ വീഡിയോ കണ്ട് നമ്മൾ വീഡിയോ ചെയ്ത അതേ ശൈലി തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. അതിൽ വീട് വന്നെന്ന് പറഞ്ഞ് ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഒരു വീടെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആയുസ്സിലെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്.